പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനകയ്ക്ക് എ സിയുടെ തണുപ്പ് സഹിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ. അവിടുന്ന് എണീറ്റ് കർട്ടൻ്റെ പിറകിലൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അലമാരയൊക്കെ തുറന്നിട്ട് ജലജയുടെ കുറച്ച് സാരിയൊക്കെ എടുത്തിട്ട് അവിടെ വന്നിട്ട് അതൊക്കെ അങ്ങ് പുതച്ച് കിടക്കുകയാണ് കേട്ടോ. 2-3 സാരി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവിടെ കയറി അങ്ങ് കിടന്നുറങ്ങുകയാണ്. പിന്നീട് നയനയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കാറിൽ യാത്ര പോകുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഇഷ്ടം ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ചേർന്നിരുന്ന് പോകുന്നതാണെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എനിക്കത് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നീ പറഞ്ഞ സാധനം എവിടെ കിട്ടാനാന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതെങ്ങനെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശേട്ടൻ ഇപ്പോഴും ഇങ്ങനെ ആ അമ്മയുടെ മുന്നിൽ 5 വയസ്സുകാരനാണെന്നൊക്കെ പറയുന്ന സമയത്ത് അതിലിങ്ങനെ പറയാനൊന്നുമില്ല, എനിക്ക് അങ്ങനെ അമ്മയുടെ മുന്നിൽ ചെറിയ കുട്ടിയായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അപ്പോൾ എനിക്കൊരിക്കലും എൻ്റെ ഭർത്താവിനെ കിട്ടില്ല എന്ന് ഉറപ്പായി എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ ഒരു കടക്കാരൻ ഇങ്ങനെ എന്തോ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വയറിന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിനോട് പറഞ്ഞു പോകാണ് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി ആണെങ്കിൽ അവിടെ കിടന്ന് നല്ല ഉറക്കമായിരിക്കും, അതിന് അയാളെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആ കടക്കാരനങ്ങ് പോയി കഴിയുന്ന സമയത്ത് സെക്യൂരിറ്റി വീണ്ടും അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നയനയും ആദർശം കൂടെ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. അപ്പോൾ അതാണെങ്കിൽ പകുതി ചാരി ഇട്ടിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ വേറെ എവിടെയും കിട്ടാൻ സാധ്യതയില്ല, നമുക്ക് അകത്ത് കയറി നോക്കാമെന്ന് പറയണം. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ എന്തിനും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ എന്നെ കുഴിയിൽ ചാടിക്കാനാണോ എന്ന് ഇങ്ങനെ ചോദിക്കട്ടെ ആദർശ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. പിന്നീട് എന്തായാലും അവരകത്ത് കയറി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചാരി ഇട്ടിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നീട് ഷട്ടറൊക്കെ പൊന്തിച്ചിട്ട് അവർ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവിടെ നയന പറഞ്ഞിട്ടുള്ള മുറുക്കാനിരിക്കുന്നുണ്ടാവും കേട്ടോ, സാധനം ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാനും കൂടെ സഹായിക്കാം, ഇതിങ്ങനെ എല്ലാം സെറ്റ് ചെയ്യുന്നതിലാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് ആക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, ഒന്നും കൂടി പോകരുത്, അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് പിടിക്കുന്നു. അപ്പോഴേക്കും ടോയ്ലറ്റിലേക്ക് പോയിട്ട് ആ കടക്കാരൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് ആൾ കയറിയത് അയാൾക്ക് മനസ്സിലായിട്ട് എന്തായാലും പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. അപ്പോൾ താൻ എവിടെയായിരുന്നു എന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയതായിരുന്നു, അപ്പോൾ അകത്ത് എന്തായാലും ആരും കയറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശം നയനയാണെങ്കിൽ മുറുക്കാനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിനാണെങ്കിലും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നീട് എന്താണെന്നറിയില്ല, തലയ്ക്ക് പിടിച്ചിട്ട് എന്താണെന്നറിയില്ല, പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ. അപ്പോൾ സെക്യൂരിറ്റിയും എല്ലാവരും അങ്ങനെ പുറത്ത് നിന്നിട്ട് അത് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരാണും പെണ്ണൊക്കെ അകത്ത് കയറിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഷ്ടിക്കാൻ കയറിയതാണെന്നാണ് കേട്ടോ. അപ്പോൾ കള്ളന്മാർ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ കയറിയാലും അവർ പാചകമൊക്കെ ചെയ്ത് കഴിച്ച് ടി വി ഒക്കെ കണ്ടിട്ടേ തിരിച്ചു പോകുള്ളൂ എന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിയും കടക്കാരനും പുറത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോഴേക്കും പോലീസും വരുന്നുണ്ട്. പോലീസും വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ അടുത്ത് എന്തായാലും ഇങ്ങനെ മോഷണങ്ങളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോലീസ് വന്ന് അകത്തേക്ക് കയറുന്നുണ്ട്, ഷട്ടറൊക്കെ പൊന്തിച്ച്. അപ്പോഴും നയനയും ആദർശും കൂടെ ഭയങ്കര ഡാൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ മോഷ്ടിക്കാൻ കയറിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഭാര്യയ്ക്ക് ഇങ്ങനെ മുറുക്കാൻ കൊതിയായപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ കട ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ സാധനം ഇവിടെ കണ്ടു. അപ്പോൾ എന്തായാലും ആൾ വന്നാൽ പൈസ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ മോഷ്ടിക്കാൻ കയറിയതാണെന്നൊക്കെയാണ് ആദ്യം എസ് ഐ വിചാരിച്ചിരുന്നത്. എന്തായാലും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ആദ്യം വിശ്വാസമാവുന്നില്ല. അതിനും പറയുന്നുണ്ട് കേട്ടോ, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ആദർശ് തെളിവ് കാണിക്കാൻ പറഞ്ഞിട്ട് ഫോണൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ വിശ്വാസമാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ആദർശ് പൈസയൊക്കെ കൊടുക്കുന്ന സമയത്ത് അതൊന്നും വേണ്ട, എന്തായാലും നിങ്ങൾ പോയിക്കോ, ഇവൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഇവൻ കട അടയ്ക്കാതെ പോയതുകൊണ്ടല്ലേ നിങ്ങൾ അകത്ത് കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങ് പറയുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ചെറിയ കച്ചവടക്കാരല്ലേ, പൈസയ്ക്ക് ആവശ്യം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ആക്ഷൻ എടുക്കുമെന്ന് പറയണ്ട, അപ്പോൾ പൈസ കൊടുക്കുന്നില്ല, എന്തായാലും നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ ജ്വല്ലറിയിൽ വരുന്ന സമയത്ത് ഡിസ്കൗണ്ട് തരണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതെന്തായാലും തരാൻ പറ്റില്ല, ഞങ്ങൾ നല്ല പത്തരമാറ്റ് സ്വർണ്ണമാണ് കൊടുക്കുന്നത്, അപ്പോൾ അതിനുള്ള വില സാറ് തരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് പോകുന്ന സമയത്താണെങ്കിലും കടക്കാരൻ പറയുന്നുണ്ട്, സാറിന് ഡിസ്കൗണ്ട് തരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് എൻ്റെ കാശ് വാങ്ങിച്ചു തരാമായിരുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും എന്തായാലും അവരുടെ ജ്വല്ലറിയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡിസ്കൗണ്ട് കിട്ടും, അവരൊക്കെ അങ്ങനെ തന്നെയൊക്കെ പറയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആ സെക്യൂരിറ്റീനെയും കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ, ഒരടിയൊക്കെ കൊടുത്തിട്ടാണ് പോലീസുകാരനും പോകുന്നത്. ഇനി ഇതുപോലെ കട അടയ്ക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ പേരിൽ ഞാൻ കേസ് എടുക്കും എന്നൊക്കെ ആ കടക്കാരനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരങ്ങ് പോയി കഴിയുന്ന സമയത്ത്
കടക്കാരൻ സെക്യൂരിറ്റിനോട് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇങ്ങനെ സ്വന്തം കുഴി തോണ്ടിയ പോലെയായി, ഷട്ടർ ആദ്യമേ പൊന്തിച്ച് നോക്കിയിരുന്നെങ്കിൽ പറയുന്ന കാശ് കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റീനെ കടക്കാരനും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ കൈത്തരിപ്പ് മാത്രം മാറ്റിയാൽ പോരല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ആദർശും നയനിയും കൂടെ അങ്ങനെ ബൈക്കിൽ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ചുറ്റി തിരിഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ അതിന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് എങ്ങനെയും തട്ടുകട ഉണ്ടാവുമോ ഫ്രണ്ടിനാന്നൊക്കെ ചോദിക്കും കേട്ടോ. ഫുഡ് കഴിക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, ഒരു കട്ടൻ കുടിക്കാനാണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടെ ആയാൽ നന്നായിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഹേലർ എടുത്തിട്ടില്ല, അങ്ങനെ ശ്വാസം മുട്ടൽ വന്നാൽ എന്നൊക്കെ പറയും. അപ്പോൾ നീ കൂടെ ഉണ്ടല്ലോ, നിനക്ക് ബൈക്കൊക്കെ ഓടിക്കാൻ അറിയാലോ, അന്നത്തെ പോലെ അങ്ങ് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയും. പിന്നീട് ജലജയാണെങ്കിൽ ഓർക്കുന്നുണ്ടായിരുന്നു, പുതപ്പ് മൂടി കിടന്നിട്ടും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അവളിപ്പോൾ ആദ്യമായിട്ടല്ലേ എ സിയിൽ കിടക്കുന്നത്, അവളിപ്പോൾ അങ്ങനെ തണുത്ത് മരവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് കിടക്കുകയാണ്. പിന്നീട് നയനി ആദർശം കൂടെ തട്ടുകടയിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ചേട്ടനോട് ഇങ്ങനെ കട്ടൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കട്ടനൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓംലെറ്റ് ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ നിനക്ക് വേണോ ഓംലെറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ആന്ന് പറയും. അപ്പോൾ ബൈക്കിൽ വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, നേരത്തെ ചോദിച്ചപ്പോൾ നീ വേണ്ടാന്നല്ലേ പറഞ്ഞതെന്ന്, ഇതിപ്പോൾ മുറുക്കിയതിൻ്റെ ആ തലയ്ക്കുള്ള അത് മാറണമെങ്കിൽ എന്തായാലും ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് മാറില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബൈക്കിൽ വെച്ച് തന്നെ അതിന് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ സുഗന്ധമുറുക്കാനിലൊക്കെ എന്തൊക്കെയോ മായം ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തലയ്ക്ക് പിടിച്ചതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നവർ ഇങ്ങനെ അതൊക്കെ തലയ്ക്ക് പിടിക്കുന്നൊക്കെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈനിയാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഒന്നുകൂടെയൊക്കെ ചുറ്റി തിരിയാം, എന്നിട്ട് ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ രാത്രിയിലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടല്ലേ എൻ്റെ കൂടെ ഇരിക്കുന്നത്, ഒരു 4-5 പേര് വന്നാലും എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്ക് അടിച്ചിടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. അപ്പോൾ ഞാൻ അടിച്ചിടുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ അതോ എനിക്ക് അടി കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ട്, ഒരിക്കലും അല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എസ് ഐ എങ്ങാനും ഇത് മുത്തശ്ശനോട് എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചത്ത് കളയുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്തതിന് അവർക്ക് സന്തോഷമാകുമല്ലോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും മൂർത്തി ജ്വല്ലറി പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ വിട്ടത്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് സ്റ്റേഷനിലാക്കിയതിനൊക്കെ പറയുമ്പോൾ അതിന് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പേരുള്ളതും നല്ലതല്ലേന്ന്. അപ്പോൾ ആദർശ് പറയും, അങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുത്തത് ഞാനാണെന്ന്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് മൂർത്തി ജ്വല്ലറിയിൽ മൂർത്തി സാർ എന്നാണ്, അല്ലാതെ ആദർശ് എന്നല്ല എന്നൊക്കെ പറയും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അങ്ങനെ കമ്പനി വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്കൊരു പങ്കുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നീട് അവരിങ്ങനെ ഓംലെറ്റും കട്ടനൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് സന്തോഷമായേനെ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞ പോലെ ഇങ്ങനെ കാത്തിരിക്കാം, ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന പോലെ ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ആലോചിക്കുന്നതെന്ന്. അല്ല, എൻ്റെ ഭർത്താവ് ഇത്രയും മുരടനാണല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചാന്ന് പറയുമ്പോൾ, ഞാനങ്ങനെ മുരടനാണെങ്കിൽ നീ അതിനേക്കാളും ആണെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നൈനിയാണെങ്കിലും ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ചുറ്റി കറങ്ങാം, ഇങ്ങനെ ബീച്ചിലൊക്കെ പോവാം, എനിക്ക് ആദർശത്തിൻ്റെ കൂടെ അങ്ങനെ കറങ്ങാനൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടാണോ നീ രാത്രി വീട് വിട്ട് പോയത്, അതെന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അത് മാത്രം എന്നോട് ചോദിക്കേണ്ട, ഞാൻ പറയില്ല എന്ന് പറയും. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ മുത്തശ്ശിനോട് എന്തോ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയും. അതെന്തെങ്കിലും ഒരിക്കലും ആദർശമായിട്ടൊന്നും മനസ്സിലാക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്